എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജീവൻ പച്ചവെളിച്ചത്തിന്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ രണ്ട് വാർത്തകളാണ് പയ്യന്നൂരിലെ ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഡോക്ടർമാരുമായി ബന്ധപ്പെട്ടിട്ട് നൽകിയത്. ആ രണ്ട് വാർത്തകൾക്കും വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് നമ്മുടെ പയ്യന്നൂരിൽ നിന്ന് അതുപോലെ തന്നെ പയ്യന്നൂരിൽ നിന്ന് പുറത്തുള്ള നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ എന്നെ നിരന്തരമായിട്ട് പലരും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അതുപോലെ തന്നെ ഇത്തരം തിക്താനുഭവങ്ങൾ ഉണ്ടായ ആളുകളും നിരന്തരമായിട്ട് ഈ വിഷയവുമായി ഞാൻ നടത്തിയ ഇടപെടലിനെ അഭിനന്ദിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഏത് വാർത്ത ചെയ്താലും അതിൽ ചില നെഗറ്റീവ് കമന്റുകളൊക്കെ വരാറുണ്ടെങ്കിലും ഈ വാർത്തയിൽ നമ്മുടെ ജനങ്ങളുടെ മാനസിക അവസ്ഥ അതുപോലെ തന്നെ അവർ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാരിൽ നിന്ന് അനുഭവിച്ച ദുരവസ്ഥ അവർക്ക് എവിടെയും പങ്കുവെക്കാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇത്തരം ശക്തമായ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖം നോക്കാതെ ഒരു വാർത്ത കൊണ്ടുവന്ന സമയത്ത് ആ ടെക്സ്റ്റിന്റെ താഴെയും അതുപോലെ തന്നെ വീഡിയോയുടെ താഴെയും അവരിട്ട കമന്റുകൾ നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിരുത്തി വായിക്കണം. കാരണം അവർക്ക് അനുഭവമുള്ള പല കാര്യങ്ങൾ അവർക്ക് തുറന്നു പറയാൻ ഒരു അവസരം ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. പലർക്കും ധൈര്യം ഉണ്ടാവില്ല, പലരും പോട്ടേന്ന് വെക്കും. അതുകൊണ്ട് തന്നെ ആ വാർത്തകളെ ജനങ്ങളുടെ വിഷയങ്ങളെ ബന്ധപ്പെട്ട് അവർ നേരിട്ട പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ആരോഗ്യ രംഗത്തെ തെറ്റായ പ്രവണതയ്ക്കെതിരെ പച്ചവെളിച്ചം ശക്തമായ നിലപാടെടുത്ത സമയത്ത് അവരുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും കമന്റായിട്ടും ഷെയറായിട്ടും ലൈക്കായിട്ടും നൽകിയിട്ടുണ്ട്. അതിന്റെ ചില സ്ക്രീൻഷോട്ട് വെച്ചിട്ട് ഞാൻ നാളെ ചില കാര്യം പറയും. ഞാൻ ഈ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് തുടരെ ചില കാര്യങ്ങൾ പറയാൻ തീരുമാനിച്ചിട്ട് തന്നെയാണ്, ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലുകൾ അതുപോലെ തന്നെ ഡോക്ടർമാരുടെ സ്വകാര്യ ക്ലിനിക്കുകൾ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയാണ്. അവിടെ ഒരു രോഗിക്ക് നമ്മൾക്കറിയാലോ, നമ്മുടെ പയ്യന്നൂരിലെ ഹോസ്പിറ്റലുകളിൽ ഒരു രോഗിക്ക് നൽകേണ്ടി വരുന്ന, ഡോക്ടറെ കാണാൻ വേണ്ടി വരുന്ന ഫീസ് ഉണ്ട്. ആ ഫീസിൽ ഒരു നിശ്ചിത വിഹിതം ഹോസ്പിറ്റൽ എടുത്ത് ബാക്കിയൊക്കെ ഡോക്ടർമാർക്കാണ് കൊടുക്കുന്നത്. നമ്മുടെ പയ്യന്നൂരിലെ മിക്ക ഹോസ്പിറ്റലുകളും എന്ത് അടിസ്ഥാന സൗകര്യമാണ് രോഗികൾക്ക് നൽകുന്നത്? പയ്യന്നൂരിലെ പല ആശുപത്രികളും കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ പോലെയാണ്. അവിടെ പോയാൽ തന്നെ ആളുകൾക്ക് രോഗം വരും, രോഗമുണ്ടാവും. അത്രയും കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കാൻ പോലും സൗകര്യമില്ലാതെ നമ്മളെ രോഗികള് ഡോക്ടർമാരുടെ റൂമിന് മുന്നിൽ ഇരിക്കാൻ പോലും, നമ്മൾക്കറിയാലോ പയ്യന്നൂരിലെ പല പ്രമുഖ ഹോസ്പിറ്റലുകൾ, അത് സഹകരണ ഹോസ്പിറ്റൽ ആവട്ടെ അതുപോലെ തന്നെ സ്വകാര്യ മറ്റ് ഹോസ്പിറ്റലാകട്ടെ, നമ്മുടെ പയ്യന്നൂരിലെ മിക്ക ഹോസ്പിറ്റലുകളിലും രോഗികളായി ചെന്നവർക്ക് ചിലപ്പോൾ അവരുടെ കൂടെ ഒരു ബൈസ്റ്റാൻഡർ ഉണ്ടാവുമല്ലോ, അങ്ങനെ വരുന്നവർക്ക് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് അവിടെ കാത്തുകെട്ടി നിൽക്കുന്ന സമയത്ത് അവർക്കൊന്ന് ഇരിക്കാൻ പോലുള്ള സൗകര്യമില്ല. അവിടെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഫാനില്ല, വെളിച്ചമില്ല. അതുകൊണ്ട് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് എങ്ങനെയാണോ ആ രീതിയിൽ രോഗികളായി അവിടെ എത്തിയ ആളുകളെ പീഡിപ്പിക്കുന്ന സാഹചര്യമാണ് ഹോസ്പിറ്റലുകളിൽ ഉണ്ടാകുന്നത്. അങ്ങനെ തിക്കും തിരക്കും അനുഭവപ്പെട്ട് ഹോസ്പിറ്റലുകൾ ഒരു ഘട്ടത്തില് പയ്യന്നൂരിലെ പ്രമുഖമായ ഒരു ഹോസ്പിറ്റൽ ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ പല കാര്യങ്ങളും ചോദ്യം ചെയ്ത ആൾക്കാർ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് പയ്യന്നൂർ നടത്തിയ സമരങ്ങളെക്കുറിച്ച്, പ്രക്ഷോഭങ്ങളെക്കുറിച്ച് ഒരു കാലത്ത് അതിനൊക്കെ മുന്നണിയിൽ പ്രവർത്തിച്ച ഒരാൾ തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പിന്തുണയും ഒക്കെ ആർജിച്ച ഒരു വ്യക്തി തന്നെയാണ്. അവിടെ ആരോഗ്യ മേഖലയെ കുറിച്ച് പറയാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ആ മേഖലയുമായിട്ട് അതിൽ ഇടപെട്ട് സമരം ചെയ്ത് പ്രക്ഷോഭം നടത്തി അതുപോലെ തന്നെ എല്ലാ രീതിയിലും പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ തന്നെ ഈ മേഖലയെക്കുറിച്ച് നന്നായി പറയാൻ അറിയാം. അത് പഴയ എന്റെ പ്രായമുള്ള അതുപോലെ തന്നെ എന്റെ മുൻ തലമുറക്കൊക്കെ അത് നന്നായി അറിയാം എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അത് ഞാൻ കൃത്യമായിട്ട് പറയും. പയ്യന്നൂരിന് ഇന്നത്തെ ദുരവസ്ഥ, പ്രതികരണശേഷി നഷ്ടപ്പെട്ടത് ഈ അവസ്ഥയായിരുന്നില്ല പയ്യന്നൂരിലെ മുൻ പയ്യന്നൂരിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ വീഡിയോ സഹിതം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കും. ഞാൻ അതിലേക്കല്ല പോകുന്നത്. ഈ ഹോസ്പിറ്റല് രോഗം വിതക്കുന്ന ഹോസ്പിറ്റലുകളായിട്ട് മാറുന്നു. രോഗികളായിട്ട് ചെന്നാൽ അവരുടെ രോഗം മൂർച്ഛിക്കുന്ന സാഹചര്യങ്ങള്
അവർക്ക് ഒരു മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം, അതോടൊപ്പം തന്നെ അവർക്ക് ഫാനില്ല, ലൈറ്റ് ഇല്ല. നിങ്ങൾ ഓരോ ഹോസ്പിറ്റലിന്റെയും അവസ്ഥ ആലോചിച്ച് നോക്കറോ നിങ്ങൾ. നമ്മുടെ വലിയ സൗകര്യമുള്ള പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിൽ ആരും പോകുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ അവസ്ഥ നമുക്ക് അറിയാം. അതുകൊണ്ട് അത് മാറ്റിയെടുക്കണം. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലുകളിലേക്ക് വലിയ കെട്ടിടമുണ്ട്, സൗകര്യമുണ്ട്. അവിടെയൊക്കെ ആളുകൾ എത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടാണ് പച്ചവെളിച്ചം തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഹോസ്പിറ്റലുകളോട് കൃത്യമായിട്ട് പറഞ്ഞേക്കാം. അതുപോലെ തന്നെ സ്വകാര്യ ക്ലിനിക്കുകൾ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് പറഞ്ഞാൽ പയ്യന്നൂരിലെ പല ഡോക്ടർമാരും ടൗണിലും ചുറ്റും പ്രാന്തപ്രദേശങ്ങളിലും ക്ലിനിക്കുകൾ നടത്തുന്നുണ്ട്. അവിടെ ഇരിക്കാൻ പോലും പറ്റില്ല. പയ്യന്നൂർ ടെമ്പിൾ അമ്പലം റോഡിലുള്ള ഡോക്ടർ എസ് രാജീവിന്റെ ക്ലിനിക്കില് ആളുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ റോഡിലാണ്. അവർക്ക് ഇരിക്കാൻ പോലും ആവശ്യമായിട്ട് ഉള്ള ആളുകൾ, കാരണം 100ഓളം ആളുകളാണ് ഓരോ ഡോക്ടർമാരെയും കാണാൻ വേണ്ടി. അത്ര ആളുകൾ എന്ന് പറഞ്ഞാൽ ചൂടപ്പം പോലെ വിറ്റ് ചുട്ട് എടുത്തിട്ടാണല്ലോ ഇവരൊക്കെ ആളുകളെ പരിശോധിക്കുന്നത്. അതുകൊണ്ട് സ്വകാര്യ ക്ലിനിക്കുകൾ അടക്കമുള്ള നമ്മുടെ ആശുപത്രികൾ അടക്കമുള്ള സംവിധാനങ്ങളില് രോഗികളായിട്ട് രോഗം വന്നിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നവർക്ക് വലിയ ഭീമമായ പൈസ നൽകിയിട്ടും അവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി ഇവർ തയ്യാറാവുന്നില്ല. ആ അർത്ഥത്തിൽ ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. നമ്മുടെ പല ഹോസ്പിറ്റലുകളും രോഗം വിതക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറുന്നു. അതോടൊപ്പം തന്നെ അവിടെ പോയിട്ടുള്ള ചാത്തൻ ഡോക്ടർമാർ, പല ഹോസ്പിറ്റലുകളിലും ചാത്തൻ ഡോക്ടർമാരും അവരെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഗുണ്ട് മരുന്ന് കമ്പനിക്കാരുമായ ആളുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ ഹോസ്പിറ്റലിലും ഈ ചാത്തൻ ഡോക്ടർമാരെ സംഘത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില ആളുകൾ, പഴയ റപ്പുകള്, അതുപോലെ അതിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള ആളുകള്, ഈ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകള് ഈ ചാത്തൻ മരുന്നിന്റെ സംവിധാനവുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവര് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഈ മരുന്ന് കൊണ്ടുവന്നിട്ട് ഈ ഡോക്ടർമാർക്ക്, ഈ ചാത്തൻ മരുന്ന് എഴുതുന്ന ഡോക്ടർമാർക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ചാത്തൻ ഡോക്ടർമാരും അതുപോലെ തന്നെ ഗുണ്ട് മരുന്ന് കച്ചവടക്കാരും കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു ഗൂഢസംഘം പയ്യന്നൂരിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചാത്തൻ എന്ന് പറയുന്ന പ്രയോഗം, അതുപോലെ തന്നെ ഗുണ്ട് മരുന്ന് എന്ന് പറയുന്ന പ്രയോഗം പയ്യന്നൂരിലെ ഫാർമ മേഖലയിൽപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് അവരുടെ ഇടയിലുള്ള പ്രയോഗമാണ്. ആ പ്രയോഗം എങ്ങനെയാണ് പച്ചവെളിച്ചത്തിന് കിട്ടിയത് എന്ന ചർച്ച ഉണ്ട്. നിങ്ങളുടെ ഇടയിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ്. കാരണം ഈ നല്ല റപ്പുമാർക്ക് പോലും പ്രവർത്തിക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് ഈ നമ്മുടെ ചാത്തൻ ഡോക്ടർമാരും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഗുണ്ട് മരുന്നുകളുടെ ഏജന്റുമാരായിട്ടുള്ള ആളുകൾ. അവർ സ്വന്തം കമ്പനി ഉണ്ടാക്കുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. ആ ഡോക്ടർമാരുടെ പേര് പറയുന്നതോടൊപ്പം തന്നെ ഇവരെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഇവരുടെ പെട്ടിതൂക്കികളായിട്ടുള്ള ആളുകള് അവരുടെ വീടുകളിലെ കാര്യങ്ങള്, അവരുടെ ഇലക്ട്രിസിറ്റി ബില്ല് അടക്കുക, അങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ എല്ലാ പണികളും എടുക്കുന്ന അവരുടെ പെട്ടിതൂക്കികളായിട്ടുള്ള ആളുകളാണ് ഈ ഗുണ്ട് മരുന്നിന്റെ മൊത്ത കച്ചവടക്കാരായിട്ട് ഓരോ കേന്ദ്രങ്ങളിലുള്ളത്. അത്തരക്കാര് ഓരോ ഹോസ്പിറ്റലുകളിലും അവർക്ക് പ്രത്യേക റൂമുകൾ, സൗകര്യങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന കാര്യവും പച്ചവെളിച്ചത്തിന് അറിയാം. അതൊക്കെ പച്ചവെളിച്ചം വിശദമായിട്ട് പറയും. അതുകൊണ്ട് പയ്യന്നൂരിലെ ആരോഗ്യരംഗത്തെ നമ്മുടെ ഭീമമായ ഫീസ് വാങ്ങിയിട്ട് ചികിത്സക്കെത്തുന്ന രോഗികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം. മുകുന്ദ ഹോസ്പിറ്റലിൽ പണ്ട് ഒരു കാലത്ത് ഫാൻ വർക്ക് ചെയ്യാതെ ഇരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടിട്ട് ഗോപിനാഥൻ അവിടെ വിഷയം ഉണ്ടാക്കുകയും ഗോപിനാഥൻ ഡോക്ടറെ ആ വിഷയം അദ്ദേഹത്തിന് ശ്രദ്ധപ്പെടുത്തുകയും അതൊക്കെ കൃത്യമായിട്ട് പരിഹരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന അവസ്ഥ പയ്യന്നൂരിലുണ്ട്. അതുകൊണ്ട് ഇത്തരം അവസ്ഥ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, ഒരു പ്രതികരണ ശേഷിയുള്ള ഒരു പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടില് എന്തുകൊണ്ടോ ഇല്ല എന്ന സങ്കടകരമായ കാര്യവും ഓർത്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇത്തരം വീഡിയോകൾ തുടരും. പ്രേക്ഷകർ ശക്തമായിട്ട് പച്ചവെളിച്ചത്തിനെ പിന്തുണക്കണം. നിങ്ങളുടെ മുന്നിൽ നിന്ന് ഇത്തരം വിഷയങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടി പറയാൻ വേണ്ടിയിട്ട് പച്ചവെളിച്ചം ഉണ്ടാകും. അതിന് ഒരു മടിയോ ഒരു പരമോ ഒരു മുഖമോ ഒരു രാഷ്ട്രീയമോ പച്ചവെളിച്ചത്തിന് തടസ്സമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.